ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. ബ്രെഡും പഴവും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു 4 മണി പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്നത് വലിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ 2-3 ബ്രെഡ് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ബ്രെഡ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ള അതേ ജാറിലേക്ക് തന്നെ 2 പഴം ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു ചെറിയ സൈസിലുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പഴം മതിയാവും. പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 4 സ്പൂൺ അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ പഴവും ശർക്കരയും നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ 4 സ്പൂൺ അളവിൽ തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പഴത്തിൻ്റെ നനവിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റണം. ആ ഒരു പരുവത്തിൽ വേണമെന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബ്രെഡ് ബനാന ബോൾസിൻ്റെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ ഒരല്പം നെയ്യോ എണ്ണയോ ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം. ഏത് സൈസിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ ബ്രെഡ് ബോൾസും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി അതുപോലെ തന്നെ ഒരേ കളറിലൊന്നും ആയി കിട്ടും. ഇപ്പം നമ്മുടെ ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബ്രെഡും പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.